വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു KC's ക്ലാസ്സസ്. KC's ക്ലാസ്സസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി BCom BBA സെക്കൻഡ് സെമസ്റ്റർ എക്സാംസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ആദ്യത്തെ ഒരൊറ്റ എക്സാമാണ് ഫിനിഷ് ചെയ്ത്. നെക്സ്റ്റ് നടക്കാൻ പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറി പേപ്പറാണ് ബിസിനസ് ആൻഡ് കോർപ്പറേറ്റ് ലോസ്. സോ ഈ ഒരു പേപ്പറിന്റെ എൻറ്റയർ ഡീറ്റെയിൽസിലോട്ടാണ് നമ്മൾ ഇന്ന് പോകുന്നത്. ഏതൊക്കെയാണ് essay ചാപ്റ്റേഴ്സ്, എങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കണം, ദെൻ ഒരുപാട് കുട്ടികൾക്കുള്ള ഒന്ന് രണ്ട് സംശയങ്ങളുണ്ട്. ലോ പേപ്പർ ആയതുകൊണ്ട് തന്നെ അതുപോലെ ബുക്കിൽ കാണുന്ന പോലെ തന്നെ എഴുതേണ്ട ആവശ്യമുണ്ടോ, ഓൺ വേർഡ്സിൽ എഴുതാൻ സാധിക്കുമോ, അങ്ങനെ ഒരുപാട് സംശയങ്ങൾ കുട്ടികൾക്കുണ്ട്. അതൊക്കെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി BCom BBA എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നമ്മുടെ ആപ്പിലൂടെ ക്ലാസ്സസ് ആക്സസ് ചെയ്യാൻ സാധിക്കും. ലൈവ് അറ്റൻഡ് ചെയ്യണമെന്ന് മസ്റ്റ് അല്ല, റെക്കോർഡ് ഉള്ളതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ടുള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. അതുമാത്രമല്ല, നമ്മൾ നിങ്ങളുടെ 4ാമത്തെ എക്സാം ആയിട്ടുള്ള ഡിജിറ്റൽ മാർക്കറ്റിംഗ്, അതിൻ്റെ എക്സാം ട്യൂബ്, എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ബുക്കാണ്, ഗൈഡ് പോലത്തെ ബുക്കാണ്. സോ അത് നമ്മുടെ ആപ്പിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മലയാളവും അതുപോലെ തന്നെ ഇംഗ്ലീഷും രണ്ടും അവൈലബിൾ ആയിരിക്കും. അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വളരെ ഷോർട്ടായിട്ടാണ് എല്ലാ എക്സ്പ്ലനേഷൻസും. നിങ്ങൾക്ക് നല്ല രീതിയിൽ പഠിച്ച് അവസാനിപ്പിക്കാൻ സാധിക്കും. അതിൻ്റെ എമൗണ്ട് വരുന്നത് 200 റുപ്പീസ് പ്ലസ് GST മാത്രമാണ്. സോ KC's ക്ലാസ്സസിൻ്റെ ആപ്പ് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. ദെൻ അതിനുശേഷം അതിൽ സ്റ്റോഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനിൽ നിന്ന് ഇത് മേടിക്കാൻ സാധിക്കും. ഡൗൺലോഡ് ചെയ്യാം, പ്രിൻ്റ് എടുക്കാം, എന്ത് ചെയ്യാനും പോസിബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇതാണ് പറയാനുള്ളത്. ഇനി നമുക്ക് നമ്മുടെ സബ്ജക്റ്റിൻ്റെ ഡീറ്റെയിൽസിലോട്ട് കിടക്കാം. അപ്പോൾ ആദ്യം പറയാനുള്ള ഒരു കാര്യം, ഒരുപാട് കുട്ടികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ ചെയ്യാൻ ഇത്രത്തോളം ലേറ്റായേ. സോ നമ്മൾ സാധാരണ എൽഡെസ്കിലൂടെയാണ് ചെയ്യാറ്. എൽഡെസ്ക് ലാപ്ടോപ്പിൽ വെച്ചിട്ടാണ് ചെയ്യാറ്. ബട്ട് ലാപ്ടോപ്പിൽ ഇപ്പോൾ എൽഡെസ്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നില്ല ഒരാഴ്ചയായിട്ട്. അതുകൊണ്ടാണ് ഇത് ഇത്ര ലേറ്റായത്. ആപ്പിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, ബട്ട് ലാപ്ടോപ്പ് ആക്സസ് ആക്ച്വലി ഇപ്പോൾ നടക്കുന്നില്ല. ഇപ്പോൾ ഞാൻ യൂണിവേഴ്സിറ്റിയിൽ കോൺടാക്ട് ചെയ്തപ്പോൾ ഒരു 2-3 ദിവസം കഴിഞ്ഞ് ശരിയാവുമെന്ന് പറഞ്ഞു. ഇപ്പോഴും ശരിയായിട്ടില്ല. അതുകൊണ്ടാണ് ഇത് ഇത്ര ലേറ്റായത്. അല്ലെങ്കിൽ ഞാൻ ഓൾറെഡി ചെയ്യേണ്ടതായിരുന്നു. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ലോ പേപ്പർ ആണെന്ന് ഞാൻ പറഞ്ഞു, ബിസിനസ് ആൻഡ് കോർപ്പറേറ്റ് ലോസ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ലോ പേപ്പറിൽ നിങ്ങൾ ഓൺ വേർഡ്സിൽ എഴുതണോണ്ട് പ്രോബ്ലം ഒന്നുമില്ല. ബട്ട് അതിനൊരു ലിജിബിലിറ്റി വേണം. നിങ്ങൾ മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റിലോ അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് പേപ്പേഴ്സോ ഒക്കെ എഴുതുന്ന പോലെ വെറുതെ നമ്മുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളൊക്കെ ആ രീതിയിൽ പ്രസൻറ്റ് ചെയ്യൽ ലോ പേപ്പറിൽ നടക്കില്ല. നമ്മൾ വായിച്ച് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ പ്രസൻറ്റ് ചെയ്യണം. എന്ന് വെച്ചിട്ട് ബൈ ഹാർട്ട് ചെയ്ത് അതുപോലെ തന്നെ എഴുതി വയ്ക്കണമെന്ന് ഞാൻ പറയില്ല. പിന്നെ സെക്ഷൻസൊക്കെ അറിയാമെങ്കിൽ മാത്രം എഴുതി വയ്ക്കുക. അറിയില്ലെങ്കിൽ സെക്ഷൻ എഴുതി തെറ്റിച്ച് വയ്ക്കരുത്. ഒരുപാട് കുട്ടികൾ ചോദിച്ചാണ് സെക്ഷനൊക്കെ അതുപോലെ തന്നെ എഴുതി വയ്ക്കേണ്ട ആവശ്യമുണ്ടോ. അപ്പോൾ സെക്ഷൻസ് അറിയാമെങ്കിൽ എഴുതാം. അറിയില്ല, മറന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സെക്ഷൻ എഴുതാണ്ട് അതിൻ്റെ എക്സ്പ്ലനേഷൻ മാത്രം എഴുതിയാലും നോ പ്രോബ്ലം, മാർക്ക് ഇട്ട് തരും. ഓക്കെ, ഇനി നമുക്കതിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോവുകയാണെങ്കിൽ 5 ബ്ലോക്കുകളായിട്ട് കാണാൻ സാധിക്കും. നമുക്കറിയാം 4 essay വരുന്നത് 4 ബ്ലോക്കിൽ നിന്നാണ്. അപ്പോൾ essay ടോപ്പിക്സ് ആദ്യം തന്നെ ഒന്ന് പറഞ്ഞ് തരാം. അതിനുശേഷം നമുക്ക് ചാപ്റ്റർ വൈസ് ഡീറ്റെയിൽസിലോട്ട് പോകാം. എൽഡെസ്ക് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ബുക്ക് എടുത്ത് കയ്യിൽ വയ്ക്കുക വീഡിയോ കാണുമ്പോൾ. അപ്പോൾ ഫസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു മെർക്കൻറ്റൈൽ ലോ ആണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൊഡ്യൂൾ എന്ന് പറയുന്നത് ഫസ്റ്റ് മൊഡ്യൂളാണ്, അല്ലെങ്കിൽ ഫസ്റ്റ് ബ്ലോക്കാണ്. essay 2 വെയിറ്റേജ് അല്ലെങ്കിൽ 2 മാർക്സ് ചോദ്യങ്ങൾ, 5 മാർക്സ്, ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത് ആദ്യത്തെ ബ്ലോക്കാണ്. പിന്നെ ബെയിൽമെൻറ്റ് ആൻഡ് പ്ലെഡ്ജ് ആണ് രണ്ടാമത് വരുന്നത്. അതിൽ ബ്ലോക്ക് നമ്പർ 2ൽ ബെയിൽമെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എഗെയിൻ രണ്ടാമത്തെ ഒരു essay പ്രതീക്ഷിക്കുന്ന ചാപ്റ്റർ അതാണ്. പിന്നെ ഇൻഡെംനിറ്റി ആൻഡ് ഗ്യാരണ്ടി ഉണ്ട്. നമ്മൾ കൂടുതൽ 2 മാർക്സ് 5 മാർക്സ് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കുന്നതാണത്. പിന്നെ ബ്ലോക്ക് നമ്പർ 4ൽ നിന്ന് ഒരു essay പ്രതീക്ഷിക്കുന്നുണ്ട്, 5ൽ നിന്നും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ essay എക്സ്പെക്ട് ചെയ്യുന്നത് 4 essay പ്രതീക്ഷിക്കുന്നത് ബ്ലോക്ക് നമ്പർ 1, 2, ദെൻ 4 ആൻഡ് 5. ഇതിൽ നിന്നാണ് കൂടുതൽ ഞാൻ essay പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് essay ടോപ്പിക്സ് എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, ഇനി നമുക്ക് ചാപ്റ്റർ വൈസ് ഡീറ്റെയിൽസിലോട്ട് പോണേക്കാൾ മുമ്പ്
ഇത് ഏത് രീതിയിൽ പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കണം, അങ്ങനെ കുട്ടികൾ എപ്പോഴും ചോദിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു സബ്ജക്റ്റിനെ നമുക്ക് എന്തായാലും ബ്ലോക്ക് നമ്പർ 1 ഇപ്പോൾ 3 യൂണിറ്റ് ഉണ്ട്. അപ്പോൾ ആ ബ്ലോക്ക് വെച്ച് പഠിച്ചു പോകുന്നതിനേക്കാൾ കൂടുതൽ എനിക്ക് പറയാനുള്ളത് ഓരോ ബ്ലോക്കിലെയും ചില ടോപ്പിക്കുകളുണ്ട്, അത് പഠിച്ച് അവസാനിപ്പിച്ച് പോകുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മൊത്തം ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ ഡിസ്കസ് ചെയ്തതിന് ശേഷം ഓരോ ബ്ലോക്കിൽ നിന്നും നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത്, രണ്ടാമത് പഠിക്കേണ്ടത്, അങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്ത് ഞാൻ പറഞ്ഞുതരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ മൊത്തം വീഡിയോ കാണുക. അതിനുശേഷം ലാസ്റ്റ് അപ്പോൾ നമ്മൾ മറ്റ് സബ്ജക്ട്സ് പോലെ ആദ്യം ഈ ബ്ലോക്ക് പഠിക്കുക, അതിനുശേഷം രണ്ടാമത്തെ, അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം ചില ബ്ലോക്കിലെ ചില യൂണിറ്റുകൾ ഇമ്പോർട്ടൻസ് ഉണ്ട്, ചിലത് അത്രത്തോളം ഇമ്പോർട്ടൻസ് ഇല്ല. അപ്പോൾ യൂണിറ്റുകൾക്കാണ് അവിടെ കൂടുതൽ ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുത്ത് പഠിക്കേണ്ടത് ഈ ഒരു സബ്ജക്റ്റിൽ. ഓക്കെ, അപ്പോൾ ഇനി സ്റ്റാർട്ട് ചെയ്യാം. അതിൽ ആദ്യം ഞാൻ പറഞ്ഞു ഇൻട്രൊഡക്ഷൻ ടു മെർക്കൻറ്റൈൽ ലോ ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം എന്താണ് മെർക്കൻറ്റൈൽ ലോ എന്താണെന്ന് നോക്കാം. അതിനേക്കാൾ ഉപരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന നെക്സ്റ്റ് ഏരിയ മുതലാണ് ലോ ഓഫ് കോൺട്രാക്ട്. 1 മാർക്കിൻ്റെ ചോദ്യം ആയിട്ട് നമുക്ക് പ്രതീക്ഷിക്കും എന്താണ് ലോ ഓഫ് കോൺട്രാക്ട്. അതുപോലെ തന്നെ കോൺട്രാക്ട് എന്താണ് 1 മാർക്കോ 2 മാർക്കിൻ്റെ ചോദ്യത്തിൽ നിർബന്ധമായും പഠിക്കണം. ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ റിപ്പീറ്റ് ആണ്, നമുക്ക് സ്കിപ്പ് ചെയ്യാനുള്ള ഏരിയസ് വളരെ കുറവാണ് ഫസ്റ്റ് മൊഡ്യൂൾ. ദെൻ എഗ്രിമെൻ്റ് എന്താണ് 2 മാർക്കിൻ്റെ ചോദ്യം, നിർബന്ധമായും പഠിക്കണം. എഗ്രിമെൻറ്റും കോൺട്രാക്റ്റും തമ്മിലുള്ള ഡിഫറൻസ് നിർബന്ധമായും പഠിക്കണം. 2 മാർക്കിൻ്റെ ചോദ്യത്തിൽ പ്രതീക്ഷിക്കുന്ന ഒരു ടോപ്പിക്കാണ് എഗ്രിമെൻറ്റും കോൺട്രാക്റ്റും തമ്മിലുള്ള ഡിഫറൻസ്. ദെൻ അതിന് ശേഷം നമുക്ക് കാണാൻ സാധിക്കും ടൈപ്സ് ഓഫ് കോൺട്രാക്റ്റ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ടൈപ്സ് ഓഫ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ കൂടുതൽ ഇതിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് ഏതെങ്കിലും 1-2 എണ്ണം നമുക്ക് 1 മാർക്കിൻ്റെയും 2 മാർക്കിൻ്റെയും ആയിട്ട് പ്രതീക്ഷിക്കാം. അങ്ങനെയാണ് നമ്മൾ കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്നത്. ഇതിൽ കാണാം വോയിഡ് കോൺട്രാക്റ്റ് എന്താണ്, വാലിഡ് കോൺട്രാക്റ്റ് എന്താണ്, ഇങ്ങനെയൊക്കെ കാണാൻ സാധിക്കും. ഇതൊക്കെ 2 മാർക്കിൻ്റെ ചോദ്യമായിട്ട് കൂടുതൽ പ്രതീക്ഷിക്കുന്നു. എന്ന് വെച്ചിട്ട് ടൈപ്സ് ഓഫ് കോൺട്രാക്ട് എന്നുള്ളത് 5 മാർക്കിൻ്റെ ചോദ്യത്തിലും പ്രതീക്ഷിക്കാം. ബട്ട് അതിനേക്കാൾ ഉപരി ഈ ടൈപ്സിൽ പറഞ്ഞിട്ടുള്ള പല കോൺട്രാക്റ്റുകൾ എന്താണെന്നുള്ളത് 2 മാർക്കിൻ്റെ ചോദ്യത്തിൽ അല്ലെങ്കിൽ 1 മാർക്കിൻ്റെ ചോദ്യത്തിൽ റിപ്പീറ്റ് ആണ്. അപ്പോൾ വോയിഡബിൾ കോൺട്രാക്ട് എന്താണ്, വോയിഡ് കോൺട്രാക്ട് എന്താണ്, അതുപോലെ തന്നെ അൺഎൻഫോഴ്സിബിൾ കോൺട്രാക്ട് എന്താണ്, ഈ കോൺട്രാക്റ്റുകൾ എന്താണെന്ന്, ബൈലാറ്ററൽ കോൺട്രാക്ട് ഇതൊക്കെ എന്താണെന്ന് 2 മാർക്കിൻ്റെ ചോദ്യത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ അങ്ങനെ 2 മാർക്സിൻ്റെയിലാണ് നമ്മൾ ചോദ്യങ്ങൾ ഫസ്റ്റ് യൂണിറ്റിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. 2 മാർക്സ് 1 മാർക്ക് ചോദ്യങ്ങൾ. ഡിഫറൻസ് ബിറ്റ്വീൻ ചോദ്യം വേണമെങ്കിൽ നമുക്ക് 5 മാർക്കിൻ്റെയിലും എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ എന്തായാലും നോക്കി വയ്ക്കുക. ഇനി യൂണിറ്റ് നമ്പർ 2 എന്ന് പറയുന്നത് എസ്സേ ടോപ്പിക്കാണ്. എസെൻഷ്യൽസ് ഓഫ് എ വാലിഡ് കോൺട്രാക്ട്, കമ്പൽസറി എസ്സേ ചോദ്യമാണ്. ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. മിക്ക പേപ്പറിലും റിപ്പീറ്റ് ആയിട്ട് വരുന്നൊരു എസ്സേ ടോപ്പിക്കാണ്. അപ്പം ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, നിങ്ങളാണ് ഈ ഒരു ബാച്ചിൽ ആദ്യമായിട്ട് എക്സാം എഴുതുന്നത്. അതുകൊണ്ട് തന്നെ ഏത് മോഡലാണ് വരാമെന്നുള്ള 100% പറയാൻ സാധിക്കില്ല. നമുക്ക് ഈ ഒരു സബ്ജക്റ്റിൻ്റെ ഇമ്പോർട്ടൻസ്, ടോപ്പിക്സിൻ്റെ ഇമ്പോർട്ടൻസിൻ്റെ ബേസിൽ, എൻ്റെ ഇതുവരെയുള്ള എക്സ്പീരിയൻസിൻ്റെ ബേസിലാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ നൽകുന്നത്. അപ്പോൾ എസെൻഷ്യൽസ് ഓഫ് എ വാലിഡ് കോൺട്രാക്ട്, എലമെൻറ്റ്സ് ഓഫ് എ വാലിഡ് കോൺട്രാക്ട് എന്നുള്ളത് എസ്സേ ടോപ്പിക്കാണ്. നിർബന്ധമായും പഠിച്ചു വയ്ക്കുക. ഓക്കെ, പോയിൻറ്റ്സ് 8-10 പോയിൻറ്റ്സ് ഉണ്ട് നമുക്ക് കാണാൻ. അതാണ് എസ്സേ. ഈ ബ്ലോക്ക് നമ്പർ 1 നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന എസ്സേ ആണ്. കമ്പൽസറി ആയിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഇത് എന്തായാലും സ്കിപ്പ് ചെയ്യരുത്. ആ പോയിന്റുകളൊക്കെ നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. ഇനിയുള്ള ടോപ്പിക്കുകൾ എന്ന് പറയുന്നത് ചിലപ്പോൾ മാത്രം അതിൽ 2 മാർക്സിൻ്റെ വരും. ഓഫർ ആൻഡ് ആക്സെപ്റ്റൻസ് ആണ്. അപ്പോൾ എന്താണ് ഓഫർ, അതുപോലെ തന്നെ എസെൻഷ്യൽസ് ഓഫ് വാലിഡ് ഓഫർ എന്ന് പറയുന്നത് 5 മാർക്കിൻ്റെയിലൊക്കെ ചിലപ്പോൾ വരാം. പിന്നെ ഈ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഓഫർ, അതിലേതെങ്കിലും ഒരെണ്ണമൊക്കെ 2 മാർക്കിന് വരുന്നതാണ്, 1 മാർക്കിന് വരാം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സ്പ്രസ് ഓഫർ എന്താണ്, ഇംപ്ലൈഡ് ഓഫർ, ഇതൊക്കെ 2 മാർക്കിന് വരുന്ന ചോദ്യങ്ങളാണ്. ആ രീതിയിൽ പഠിച്ചു വയ്ക്കുക. ഇനി നെക്സ്റ്റ് ഇതിൽ ആക്സെപ്റ്റൻസ് ഒക്കെ എന്താണെന്ന് നോക്കാം. പിന്നെ ഇതിൽ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത് ആക്സെപ്റ്റൻസും ഓഫർ എന്താണെന്ന് നോക്കുക. കൈൻഡ്സ് ഓഫ് ഓഫർ നോക്കുക, അതാണ് കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്നത്. റിവോക്കേഷൻ ഓഫ് ഓഫർ എന്താണ്, 2 മാർക്സിൻ്റെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എഴുതാൻ പറ്റുന്ന പാകത്തിന് പഠിച്ചു വയ്ക്കുക. അതിനുശേഷം ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് കൺസിഡറേഷൻ ആണ്.
കൺസിഡറേഷൻ എന്താണെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിലെ എസെൻഷ്യൽസ് നോക്കാം. അതിനേക്കാളും ഉപരിയായിട്ടുള്ള ഒരു ടോപ്പിക് ഉണ്ട്. നോ കൺസിഡറേഷൻ നോ കോൺട്രാക്ട്, എക്സംഷൻസ് ടു ദി റൂൾ ഓഫ് നോ കൺസിഡറേഷൻ നോ കോൺട്രാക്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തായാലും പഠിച്ചു നോക്കി. 5 മാർക്കിൻ്റെയിലോ എങ്ങനെയെങ്കിലുമൊക്കെ നമുക്ക് ചോദിക്കാം. നോ കൺസിഡറേഷൻ നോ കോൺട്രാക്ട് അതിൻ്റെ റൂൾസ്. അതിനേക്കാൾ മുമ്പ് നമുക്ക് പ്രിവിറ്റി ഓഫ് കോൺട്രാക്ട് എന്നുള്ളത് 2 മാർക്കോ 5 മാർക്കിൻ്റെയിലോ പ്രതീക്ഷിക്കുന്ന ചോദ്യമാണ്. അത് നോക്കി വയ്ക്കാം. റിപ്പീറ്റ് ആണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ റിപ്പീറ്റ് അല്ല. അപ്പോൾ കൺസിഡറേഷൻ നോക്കുക, എസെൻഷ്യൽസ് നോക്കി വയ്ക്കാം, പ്രിവിറ്റി ഓഫ് കോൺട്രാക്ട് എന്താണെന്നുള്ളത് നോക്കി വയ്ക്കുക. പിന്നെ എക്സംഷൻസ് ടു ദി റൂൾ, സ്ട്രേഞ്ചർ കനോട്ട് സീ യു, അത് റിപ്പീറ്റ് അല്ല. ഈ നോ കൺസിഡറേഷൻ നോ കോൺട്രാക്ട് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. എന്തായാലും നോക്കി വയ്ക്കണം. അതിനുശേഷം നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് കപ്പാസിറ്റി ടു എൻറ്റർ ഇൻ ടു എ കോൺട്രാക്ട്, കോമ്പിറ്റൻറ്റ് ടു കോൺട്രാക്റ്റ് ആണ്. അതിൽ ഓരോരുത്തരെ പറ്റിയുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതിൽ മൈനർ, ലുണാറ്റിക് പേഴ്സണാലിറ്റീസ്, ഇങ്ങനെ ഓരോരുത്തരെ കാണാൻ പറ്റും. അപ്പോൾ ഇഫക്ട്സ് ഓഫ് മൈനേഴ്സ് എഗ്രിമെൻറ്റ്, ഏജ് ഓഫ് മെജോറിറ്റി ആണ് ആദ്യം. പിന്നെ പേഴ്സൺസ് ഓഫ് സൗണ്ട് മൈൻഡ് ഉണ്ട്. അപ്പോൾ അത് നോക്കി വയ്ക്കുക കേട്ടോ. ചിലപ്പോൾ വരാറുള്ള ഒരു ടോപ്പിക്കാണ് ഈ പറയണ കപ്പാസിറ്റി ടു എൻറ്റർ ഇൻ ടു കോൺട്രാക്ട് എന്നുള്ളത് നോക്കി വയ്ക്കുക. അതിൽ 2 മാർക്കിനോ 5 മാർക്കിനോ പ്രതീക്ഷിക്കാം. ഏജ് ഉണ്ടായിരിക്കണം, സൗണ്ട് മൈൻഡ് ആയിരിക്കണം, പിന്നെ ഹീസ് നോട്ട് ഡിസ്ക്വാളിഫൈഡ് ഫ്രം കോൺട്രാക്ടിങ് ബൈ എനി ലോ. അപ്പോൾ ആ ഒരു കാര്യം നോക്കി വയ്ക്കുക കേട്ടോ. വേണമെങ്കിൽ മൈനറുടെ ഇഫക്ട്സ് സെപ്പറേറ്റ് എടുത്ത് ചോദിക്കുകയും ചെയ്യാം. അതും നോക്കേണ്ടതാണ്. മൈനറെ പറ്റിയിട്ടുള്ളത് ഇഫക്ട്സ് ഓഫ് മൈനേഴ്സ് എഗ്രിമെൻ്റ്. ഒരു മൈനർ ഒരു എഗ്രിമെൻറ്റിലോട്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണെന്നുള്ളത്. സോ ദാറ്റ്സ് അബൌട്ട് ആ ഒരു കാര്യം. ഇനി നെക്സ്റ്റ് നമുക്ക് വരുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഫ്രീ കൺസെൻറ്റ്. കൺസെൻറ്റ് എന്താണ്, അതിലെ കൊയേഷൻ എന്താണ്, അൺഡ്യൂ ഇൻഫ്ലുവൻസ് എന്താണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഫ്രോഡ് എന്താണ്, മിസ്റെപ്രസെൻറ്റേഷൻ എന്താണ്, ഓക്കെ, നിർബന്ധമായും പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ്, എ കോൺട്രാക്ട് കനോട്ട് അറൈസ് ഇൻ ദി ആബ്സെൻസ് ഓഫ് കൺസെൻറ്റ് ആൻഡ് ഫ്രീ കൺസെൻറ്റ്. കൺസെൻറ്റ് ഈസ് സെഡ് ടു ബി ഫ്രീ വെൻ ഇറ്റ് ഈസ് നോട്ട് കോസ്ഡ് ബൈ ദി ഫോളോയിങ്. ഈ ഒരു ടോപ്പിക്കാണ് ഇമ്പോർട്ടൻ്റ്. കൺസെൻറ്റ് ഈസ് സെഡ് ടു ബി ഫ്രീ വെൻ ഇറ്റ് ഈസ് നോട്ട് കോസ്ഡ് ബൈ ദി ഫോളോയിങ്. അതിൽ ഈ പറയുന്ന പോയിന്റ്സ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യം ഞാൻ പറഞ്ഞു കൊയേഷൻ, രണ്ടാമത് അൺഡ്യൂ ഇൻഫ്ലുവൻസ്, ഫ്രോഡ്, മിസ്റെപ്രസെൻറ്റേഷൻ, മിസ്റ്റേക്ക്. ഇതൊക്കെ എന്താണെന്നുള്ളത് പഠിക്കണം. നമുക്ക് 2 മാർക്കിൻ്റെ ചോദ്യത്തിലോ 5 മാർക്കിൻ്റെ ചോദ്യത്തിലോ പ്രതീക്ഷിക്കാം. പിന്നെ ഡിഫറൻസ് ബിറ്റ്വീൻ ചോദ്യത്തിലെ കൊയേഷനും അൺഡ്യൂ ഇൻഫ്ലുവൻസും നമ്മളുടെ ഡിഫറൻസ് പലപ്പോഴും 5 മാർക്സിൻ്റെ ചോദിക്കാറുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതാണ് മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യം. സോ ഇതാണ് നമുക്ക് സെക്കൻഡ് യൂണിറ്റിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസ്. ബ്ലോക്ക് നമ്പർ 1 ഏറ്റവും കൂടുതൽ മാർക്സ് വരുന്ന ഒരു യൂണിറ്റാണ് യൂണിറ്റ് നമ്പർ 2. കാരണം അതിൽ നിന്ന് എസ്എ ഒരെണ്ണം, എസെൻഷ്യൽസ് ഓഫ് വാലിഡ് കോൺട്രാക്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതിനുശേഷം നമ്മൾ പറഞ്ഞു കൺസിഡറേഷൻ, നോ കൺസിഡറേഷൻ നോ കോൺട്രാക്ട്, എസെൻഷ്യൽസ് ഓഫ് കൺസിഡറേഷൻ, ഓഫർ എന്താണ്, ആക്സെപ്റ്റൻസ് എന്താണ് പഠിക്കുക, കൈൻഡ്സ് ഓഫ് എന്താണ് ഓഫർ നോക്കി വയ്ക്കുകയാണെന്ന് ഞാൻ പറഞ്ഞു. അതിനുശേഷം ഒരു കോൺട്രാക്റ്റിലോട്ട് എൻട്രി ചെയ്യണമെങ്കിൽ ഫുൾഫിൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, മെജോറിറ്റി അല്ലേ, മേജർ ആയിരിക്കണം. അതുപോലെ തന്നെ രണ്ടാമത് ഡിസ്ക്വാളിഫൈ ആവാൻ പാടില്ല, ഈ ലോയിൽ നിന്ന് ഡിസ്ക്വാളിഫൈ ആവാൻ പാടില്ല പറഞ്ഞു. പിന്നെ മെൻ്റലി ഹാൻഡിക്യാപ്ഡ് ആവാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ 3 കാര്യങ്ങൾ പറഞ്ഞു. അതിനുശേഷം നമ്മൾ പറഞ്ഞു ഫ്രീ കൺസെൻറ്റ് എന്താണ്, അതിൽ പറയുന്ന 4-5 പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡിഫറൻസ് ബിറ്റ്വീൻ ചോദ്യങ്ങളും വരാം. കൊയേഷൻ എന്താണ്, അൺഡ്യൂ ഇൻഫ്ലുവൻസ് എന്താണ്, മിസ്റെപ്രസെൻറ്റേഷൻ എന്താണ്, ഫ്രോഡ് എന്താണ്, മിസ്റ്റേക്ക് എന്താണ്, ഇതെന്തായാലും പഠിക്കണം. അതിൻ്റെ ഡിഫറൻസ് നോക്കണം. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ ചോദ്യങ്ങളൊക്കെ റിപ്പീറ്റ് ആണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ചോദ്യങ്ങൾ വരില്ല. അപ്പോൾ അതിനുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത് ഈ ഏരിയയിൽ നിന്നാണ് കേട്ടോ. ഇനി ബ്ലോക്ക് നമ്പർ 1 ലാസ്റ്റ് യൂണിറ്റ് ആണ് പെർഫോമൻസ് ആൻഡ് ടെർമിനേഷൻ ഓഫ് കോൺട്രാക്ട്. അപ്പോൾ അതിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഏരിയ എന്ന് പറയുന്നത് ഡിസ്ചാർജ് ഓഫ് എ കോൺട്രാക്ട് എന്താണ്, അത് നോക്കണം. അതൊരു 5 മാർക്കിൻ്റെയിലേക്കുള്ള ഒരു ടോപ്പിക്കാണ്. ഡിസ്ചാർജിലേക്കാൾ ഉപരി ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് അത് നോക്കണം. എന്താണ് ബ്രീച്ച് ഓഫ് കോൺട്രാക്ട്, ഡിസ്ചാർജ് നോക്കണം. അതുപോലെ തന്നെ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് എന്താണെന്ന് നോക്കാം.
പിന്നെ റെമഡീസ് ഫോർ ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് ആണ് അതിന് ശേഷം നെക്സ്റ്റ് ഉള്ളത്. അതൊരു 5 മാർക്കിൻ്റെക്കുള്ള ഒരു ടോപ്പിക്കാണ് കേട്ടോ, റെമഡീസ്. ഓക്കെ, ആ രീതിയിൽ നോക്കി വെക്കുക. പിന്നെ നെക്സ്റ്റ് 2 മാർക്കിലും 5 മാർക്കിൻ്റെയിലും റിപ്പീറ്റ് ആയിട്ട് കാണുന്ന ടോപ്പിക്കാണ് കണ്ടിൻജന്റ് കോൺട്രാക്ട്, ക്വാസി കോൺട്രാക്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ള ഒരു ടോപ്പിക്കാണ് ക്വാസി കോൺട്രാക്ട്. സിറ്റുവേഷൻസ് ഡീംഡ് ആസ് ക്വാസി കോൺട്രാക്ട് നിർബന്ധമായും പഠിച്ചു വയ്ക്കുക. അപ്പോൾ ഇത്രയാണ് യൂണിറ്റ് നമ്പർ 3യിലുള്ള കണ്ടിൻജന്റ് കോൺട്രാക്ട്, ക്വാസി കോൺട്രാക്ട്, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ബ്രീച്ച് ഓഫ് കോൺട്രാക്ട്, അതുപോലെ തന്നെ ഡാമേജസ്, ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്ട്. ഈ പറയുന്ന കൺസെപ്റ്റുകളൊക്കെ നോക്കുക. ക്വാസി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 5 മാർക്കിലും 2 മാർക്കിലുമാണ് നമ്മൾ ഇതിൽ നിന്ന് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ദാറ്റ്സ് അബൌട്ട് ബ്ലോക്ക് നമ്പർ 1. അപ്പോൾ ബ്ലോക്ക് നമ്പർ 1ൽ നിന്ന് ഞാൻ ഏറ്റവും കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്നത് എസെൻഷ്യൽസ് ഓഫ് വാലിഡ് കോൺട്രാക്റ്റിൻ്റെ എസ് ആണ് സെക്കൻഡ് യൂണിറ്റിൽ, ഫസ്റ്റ് ബ്ലോക്കിൽ സെക്കൻഡ് യൂണിറ്റിൽ. അതിനുശേഷം പിന്നെ എസ്സേക്ക് സ്കോപ്പ് ഉള്ളത് ഇപ്പോൾ ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് വേണമെങ്കിൽ ചോദിക്കാം. കൂടുതൽ ചോദിക്കുന്ന എസെൻഷ്യൽസ് തന്നെയാണ്. പിന്നെ നോ കൺസിഡറേഷൻ നോ കോൺട്രാക്റ്റ്, അത് എസ്സേക്ക് ഉള്ളൊരു ടോപ്പിക്ക് സ്കോപ്പ് ഉണ്ട്. ചിലപ്പോൾ അത് 5 മാർക്കിൻ്റെയൊക്കെയാണ് നമ്മൾ കൂടുതൽ പ്രതീക്ഷിക്കുന്നത്. ബാക്കിയുള്ളതൊക്കെ 2 and 5 മാർക്സ് 1 മാർക്ക് ചോദ്യങ്ങളാണ് ഞാൻ റിപ്പീറ്റ് ആയിട്ട് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ടൈം എടുത്ത് പഠിക്കേണ്ട ഒരു ബ്ലോക്കാണ് ബ്ലോക്ക് നമ്പർ 1 കേട്ടോ. മൂവിങ് ടു ബ്ലോക്ക് നമ്പർ 2, ബെയിൽമെൻറ്റ് ആൻഡ് പ്ലെഡ്ജ്. എഗെയിൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഇതിൽ നിന്ന് എസ് റിപ്പീറ്റ് ആയിട്ട് വരുന്നത് ബെയിലർ, ബെയിലി, ഇവരുടെ ഡ്യൂട്ടീസ്, റൈറ്റ്സ്, ഇതൊക്കെയാണ് എസ്സേക്ക് എല്ലാ പേപ്പറിലും വരുന്നതാണ്. അപ്പോൾ ബെയിൽമെൻറ്റ് എന്താണ്? 2 മാർക്കിൻ്റെ ചോദ്യം നിർബന്ധമായും പഠിക്കണം. ദെൻ ബെയിലർ ആരാണ്, അതുപോലെ തന്നെ ബെയിലി ആരാണ്, നിർബന്ധമായും പഠിക്കണം. എസ് എ ടോപ്പിക് ഇതാണ്. റൈറ്റ്സ് ഓഫ് എ ബെയിലർ, ഡ്യൂട്ടീസ് ഓഫ് ബെയിലർ, റൈറ്റ്സ് ഓഫ് ബെയിലി, ഡ്യൂട്ടീസ് ഓഫ് ബെയിലി, ഇതാണ് എസ് എ. എക്സ്പ്ലെയിൻ ദി റൈറ്റ്സ്, ഡ്യൂട്ടീസ് ഓഫ് ബെയിലർ ആൻഡ് ബെയിലി. ചിലപ്പോൾ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ആയിരിക്കും ചോദിക്കുക അവരുടെ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. ബ്ലോക്ക് നമ്പർ 2ൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന എസ് എ ടോപ്പിക് അതാണ്. പിന്നെ ലീൻ എന്താണ്? 2 മാർക്കിൻ്റെ ചോദ്യം. അതിലെ ഏതെങ്കിലും ഒരെണ്ണം 2 മാർക്കിൻ്റെയിൽ 1 മാർക്കിൻ്റെയിൽ ചോദിക്കാം. ജനറൽ ലീൻ എന്താണ്, അതുപോലെ തന്നെ പെർട്ടിക്കുലർ ലീൻ എന്താണ് എന്നുള്ളതൊക്കെ. അപ്പോൾ അതാണ് മറ്റൊരു ക്വസ്റ്റ്യൻ. പിന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്നത് ടോപ്പിക്ക് പ്ലെഡ്ജ് ആണ്. പ്ലെഡ്ജിൽ നിന്ന് എസ്സേക്ക് നമ്മളങ്ങനെ പ്രതീക്ഷിക്കുന്നില്ല. എന്താണ് പ്ലെഡ്ജ് എന്ന് നോക്കാം. പോണർ ആരാണ്, പൂണി ആരാണെന്നൊക്കെ 2 മാർക്കിൻ്റെയിലാണ് കൂടുതൽ പ്രതീക്ഷിക്കുന്നത്. ഇനി അത് എസ്സേക്ക് എടുത്തിടുമെന്ന് അറിയില്ല. കൂടുതൽ ബെയിലർ ആൻഡ് ബെയിലിയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ടൈമിൻ്റെ ബേസിൽ നിങ്ങൾക്ക് ലാസ്റ്റ് എടുത്ത് നോക്കാം കേട്ടോ. ഓക്കെ, സ്കിപ്പ് ചെയ്യണമെന്നല്ല ഞാൻ പറഞ്ഞ, ടൈമിൻ്റെ ബേസിൽ ലാസ്റ്റ് നോക്കി വയ്ക്കാം. കൂടുതൽ ബെയിലർ ആൻഡ് ബെയിലിയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ദാറ്റ്സ് അബൌട്ട് ബ്ലോക്ക് നമ്പർ 2. ചെറിയ ബ്ലോക്കാണ്. ബ്ലോക്ക് നമ്പർ 3 ആണ് നെക്സ്റ്റ്, ഇൻഡെംനിറ്റി ആൻഡ് ഗ്യാരണ്ടി. കൂടുതൽ ഞാൻ 2 and 5 മാർക്സ് ചോദ്യങ്ങൾ 1 മാർക്ക് ചോദ്യങ്ങളാണ് ഇതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്. ഇൻഡെംനിറ്റി എന്താണ്, ഗ്യാരണ്ടി എന്താണ്, 2 മാർക്കിൻ്റെ ചോദ്യത്തിൽ വരും. പിന്നെ ഇൻഡെംനിഫയർ ആരാണ്, 2 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് ഞാൻ ഇതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് കേട്ടോ. ഇൻഡെംനിറ്റി എന്താണ്, എസെൻഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റി നോക്കി വയ്ക്കാം 2 മാർക്സിൻ്റെ ചോദ്യത്തിലേക്ക്. പിന്നെ ഗ്യാരണ്ടി നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് 2 മാർക്കിൻ്റെ ചോദ്യം. ദെൻ അതിൽ 5 മാർക്കിൻ്റെ എസെൻഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി എന്നുള്ളത് 5 മാർക്കിൻ്റെ ചോദ്യത്തിലാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കൈൻഡ്സ് ഓഫ് ഗ്യാരണ്ടി ഒക്കെ അങ്ങനെയാണ് എക്സ്പെക്ട് ചെയ്യുന്നുള്ളൂ. പിന്നെ നെക്സ്റ്റ് ഷുവർട്ടി എന്താണ്, റൈറ്റ്സ് ഓഫ് ഷുവർട്ടി എന്നുള്ളത് 2 മാർക്കിൻ്റെ റിപ്പീറ്റ് ആണ്, 5 മാർക്കിനും പ്രതീക്ഷിക്കാം. ദെൻ ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ലാസ്റ്റ് കാണുന്നതാണ്. ഡിഫറൻസ് ബിറ്റ്വീൻ കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റി ആൻഡ് കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി. 5 മാർക്കിൻ്റെ കേട്ടോ, വേണമെങ്കിൽ അത് എസ് കിടക്കണം എടുത്ത് ചോദിക്കാം. ഇനിയിപ്പോൾ 1 മാറ്റി പിടിച്ച് ഈ ബ്ലോക്കിൽ നിന്നാണ് അവർ എസ് ഇടുന്നതെങ്കിൽ ഡിഫറൻസ് ബിറ്റ്വീൻ കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റി ആൻഡ് ഗ്യാരണ്ടി എന്നുള്ളതാവാൻ ചോദിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഒരു കാരണവശാലും ഇത് സ്കിപ്പ് ചെയ്യരുത്. ഈ ഒരു ബ്ലോക്കിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് കേട്ടോ. അപ്പോൾ കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റി, കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി, ഇതിൻ്റെ ഡിഫറൻസ്, പിന്നെ ഷുവർട്ടി ആരാണ്, അതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ. സോ ദാറ്റ്സ് അബൌട്ട് ഈ ഒരു ബ്ലോക്ക് കേട്ടോ. അപ്പോൾ ഇൻഡെംനിറ്റി എന്താണ്, അതുപോലെ തന്നെ ഗ്യാരണ്ടി എന്താണ്, ഇതിൻ്റെ ഡിഫറൻസ്, പിന്നെ ഷുവർട്ടി, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ്. പിന്നെ കൈൻഡ്സ് ഓഫ് ഗ്യാരണ്ടി, ഇതൊക്കെയാണ് ഇതിൽ ഫോക്കസ് ചെയ്യേണ്ടത്. മൂവിങ് ടു ബ്ലോക്ക് നമ്പർ 4, സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് 1930. സോ ഇതിൽ നമുക്ക് കോൺട്രാക്ട് ഓഫ് സെയിൽ എന്താണ് എന്നുള്ളത് നോക്കണം. എഗ്രിമെൻറ്റ് ടു സെയിൽ എന്താണ് നോക്കണം. ഒക്കെ 2 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്.
പിന്നെ നമ്മൾ ഇതിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ക്വസ്റ്റ്യൻസ് അതിൽ കണ്ടീഷൻസ് ആൻഡ് വാറണ്ടീസ് ഉണ്ട്. അതിൽ നമുക്ക് വാറണ്ടി എന്താണ് 2 മാർക്കിൻ്റെ ചോദ്യത്തിൽ വരാറുള്ളതാണ്, നിർബന്ധമായും പഠിക്കുക. പിന്നെ അതിനുശേഷം എക്സ്പ്രസ് ആൻഡ് ഇംപ്ലൈഡ് കണ്ടീഷൻസ് ആൻഡ് വാറണ്ടി ഉണ്ട്. വാറണ്ടി നോക്കണം. അതുപോലെ തന്നെ വാറണ്ടിയുടെ കൺസെപ്റ്റ് ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കുക. ഇമ്പോർട്ടൻ്റ് ഓഫ് ഇംപ്ലൈഡ് കണ്ടീഷൻസ് ഉണ്ട്. അത് റിപ്പീറ്റ് ആണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയല്ല. അതിനേക്കാൾ ഉപരി ഇനി നമ്മൾ ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത് ഡോക്ട്രിൻ ഓഫ് കവിറ്റംപ്റ്റർ എന്താണ്. 2 മാർക്കിൻ്റെ ചോദ്യത്തിലോ അല്ലെങ്കിൽ 5 മാർക്കിൻ്റെ ചോദ്യത്തിലോ പ്രതീക്ഷിക്കാം. അതിൻ്റെ എക്സംഷൻസ് ടു ദി ഡോക്ട്രിൻ ഓഫ് കവിറ്റംപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കവിറ്റംപ്റ്റർ ഓക്കെ. പിന്നെ നെക്സ്റ്റ് റൂൾസ് റിഗാർഡിങ് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ഉണ്ട്, നോക്കി വയ്ക്കാം. ചിലപ്പോൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം കേട്ടോ. അത് നോക്കി വയ്ക്കണം കേട്ടോ. 5 മാർക്കിൻ്റെയിലേക്ക് റിപ്പീറ്റ് ആണോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ റിപ്പീറ്റ് അല്ല. ഇനി നെക്സ്റ്റ് അൺപെയ്ഡ് സെല്ലർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അൺപെയ്ഡ് സെല്ലറുടെ റൈറ്റ്സ് എസ്സേക്ക് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു ടോപ്പിക്കാണ്. എക്സ്പ്ലെയിൻ ദി റൈറ്റ്സ് ഓഫ് എൻ അൺപെയ്ഡ് സെല്ലർ. ആരാണ് അൺപെയ്ഡ് സെല്ലർ? ചിലപ്പോൾ 2 മാർക്ക് ആവും ചോദിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ റൈറ്റ്സ് ഒരു എസ്സേ ടോപ്പിക്കാണ്. ഓക്കെ. അൺപെയ്ഡ് സെല്ലറുടെ ഓപ്ഷൻ ഓഫ് സെയിൽ എന്താണെന്നുള്ളത് 2 മാർക്കിൻ്റെ നോക്കുക. ദാറ്റ്സ് അബൌട്ട് ആ ഒരു ബ്ലോക്ക് കേട്ടോ. അപ്പോൾ ആ ഒരു ബ്ലോക്കിൽ ശരിക്കും പറഞ്ഞാൽ 2 യൂണിറ്റിൽ അൺപെയ്ഡ് സെല്ലറാണ് കൂടുതൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സെയിൽ ഓഫ് ഗുഡ്സ് ഉണ്ട്, അതിൽ ഞാൻ റിപ്പീറ്റ് ആയിട്ട് വരുന്ന ഏരിയസ് പറഞ്ഞിട്ടുണ്ട്. മൂവിങ് ടു ലാസ്റ്റ് ബ്ലോക്ക് കമ്പനീസ് ആക്ട് 2013. അപ്പോൾ ഇതിൽ നിന്ന് ഒരു എസ് ഇടും, 2 മാർക്സ് ചോദ്യങ്ങളും വരുന്നതാണ്. സോ ഇതിൽ കമ്പനി എന്താണ് 2 മാർക്കിൻ്റെ ചോദിക്കാം. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കമ്പനി 5 മാർക്കിൻ്റെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ ക്ലാസിഫിക്കേഷൻ ഓഫ് കമ്പനിയിൽ ഏതെങ്കിലും ഒരെണ്ണം 1 മാർക്കോ 2 മാർക്കിൻ്റെയോ പ്രതീക്ഷിക്കാം. ചാർട്ടേഡ് കമ്പനി, സ്റ്റാറ്റ്യൂട്ടറി കമ്പനി, രജിസ്റ്റേർഡ് കമ്പനി, ഇതൊക്കെ എന്താണെന്നുള്ളത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം 2 മാർക്കിൻ്റെ ചോദ്യത്തിലായിട്ട് കേട്ടോ. അപ്പോൾ അത് ആ രീതിയിൽ നോക്കി വയ്ക്കുക. ഇപ്പോൾ കമ്പനീനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ബേസിക്സ് ആ രീതിയിൽ എക്സ്പെക്ട് ചെയ്യുന്നു. 2 and 5 മാർക്സിലാണ്. പിന്നെ ഇൻട്രൊഡക്ഷൻ ടു കമ്പനീസ് ആക്ട് ആണ്. സോ അതിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഇപ്പോൾ മേജർ ഹൈലൈറ്റ്സ് ഓഫ് ദി കമ്പനീസ് ആക്ട് 2013. എസ് എ എന്ന് പറയുമ്പോൾ നമുക്ക് സ്കോപ്പ് ഉള്ളൊരു ടോപ്പിക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഇതാണ്. എന്താണ് 2013 കമ്പനീസ് ആക്ടിൻ്റെ മേജർ ഹൈലൈറ്റ്സ്. അതാണ് നമ്മൾ ഇതിൽ നിന്ന് എസ് സിക്ക് ഉള്ള ഒരു സ്കോപ്പ് ടോപ്പിക് എന്ന് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ എന്ന് പറയുന്നത് ഡോക്യുമെൻറ്റ്സ് ഓഫ് കമ്പനിയാണ്. അതിൽ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ, പ്രോസ്പെക്ടസ്, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. അപ്പോൾ ഇതിൽ എന്താണ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ നിർബന്ധമായും പഠിക്കണം. അതിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. കണ്ടന്റ് ഓഫ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് നമുക്ക് എസ് ആയിട്ട് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതിൽ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്താണ്, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്താണ്, പ്രോസ്പെക്ടസ് എന്താണ്, മൂന്നും എന്താണെന്നുള്ളത് നിർബന്ധമായും പഠിക്കണം. 2 മാർക്കിലും 5 മാർക്കിലും ഒക്കെ വരാം. എസ് എ കണ്ടന്റ് എന്ന് പറയുന്നത് കണ്ടന്റ്സ് ഓഫ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ആണ്. അതുപോലെ തന്നെ കണ്ടന്റ്സ് ഓഫ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ആണ്. ഇത് എസ് എ ടോപ്പിക്കാണ്. ഓക്കെ. എന്താണ് അപ്പോൾ എസ് എ ഇതിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടത് കണ്ടന്റ്സ് ഓഫ് മെമ്മോറാണ്ടം അല്ലെങ്കിൽ ആർട്ടിക്കിൾസ് ആണ് കേട്ടോ. പ്രോസ്പെക്ടസ് എന്താണെന്ന് നോക്കി വയ്ക്കുക. സോ ദാറ്റ്സ് അബൌട്ട് നമ്മുടെ ലാസ്റ്റ് ബ്ലോക്കിലത്തെ കാര്യങ്ങൾ. സോ നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. മൊത്തം ടോപ്പിക്കുകൾ 5 ബ്ലോക്കിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളാണ് ഞാനിവിടെ ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഒന്ന് സമ്മപ്പ് ചെയ്ത് പറയുകയാണെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസ് പറയുകയാണ്. ബ്ലോക്ക് നമ്പർ 1 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ നമ്മൾ യൂണിറ്റ് നമ്പർ 2 ആണ് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. എസ് എ വരുന്നത് 2 മാർക്ക് 5 മാർക്ക് ഏറ്റവും കൂടുതൽ വരുന്നൊരു ഏരിയ അതാണ്. പിന്നെ ബ്ലോക്ക് നമ്പർ 2 പോകുന്ന സമയത്ത് ബെയിൽമെൻറ്റ് ചാപ്റ്ററാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ബ്ലോക്ക് നമ്പർ 3 പോകുമ്പോൾ അത് 2 and 5 മാർക്സ് ചോദ്യങ്ങളായിട്ടാണ് ഞാൻ കൂടുതൽ പ്രതീക്ഷിക്കുന്നത്. ഇൻഡെംനിറ്റി എന്താണ്, ഗ്യാരണ്ടി എന്താണ്, ഗ്യാരണ്ടിയുടെ ഡിഫറെൻറ്റ് ടൈപ്സ്, അതിനേക്കാൾ ഉപരി ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻഡെംനിറ്റി ആൻഡ് ഗ്യാരണ്ടി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ പിന്നെ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിൽ ഞാൻ എസ് എ ആയിട്ട് പ്രതീക്ഷിക്കുന്ന അൺപെയ്ഡ് സെല്ലറുടെ റൈറ്റ് ആണ്. പിന്നെ സെയിൽ ഓഫ് ഗുഡ്സിനെ പറ്റിയുള്ള ബേസിക് ക്വസ്റ്റ്യനും വേണമെങ്കിൽ എടുത്ത് ചോദിക്കാം. ചോദിച്ചിട്ട് പിന്നെ നമ്മൾ പറയരുത്. കമ്പനീസ് ആക്ട് 2013 എസ് സിക്ക് സ്കോപ്പുള്ള ടോപ്പിക്സ് എന്ന് പറയുന്നത് ഹൈലൈറ്റ്സ് ഓഫ് കമ്പനീസ് ആക്ട് 2013, അതല്ലെങ്കിൽ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനോ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനോ അതിൻ്റെ കണ്ടൻസ് ആണ്. ഓക്കെ. അപ്പോൾ ഇനി എങ്ങനെ ലാസ്റ്റ് മൊമെൻറ്റ് പഠിക്കുന്ന കുട്ടികൾ പഠിക്കണം എന്നുള്ളതാണ് പറയുന്നത്.
അവർ ബ്ലോക്ക് നമ്പർ 1 ആദ്യത്തെ 2 യൂണിറ്റ് നിർബന്ധമായും പഠിച്ചു വയ്ക്കുക മിനിമം. അതിനുശേഷം ബ്ലോക്ക് നമ്പർ 2 ബെയിൽമെൻറ്റ് യൂണിറ്റ് നമ്പർ 1 നിർബന്ധമായും പഠിക്കണം. അതുപോലെ തന്നെ നെക്സ്റ്റ് ബ്ലോക്ക് നമ്പർ 3 ഇൻഡെംനിറ്റി ആൻഡ് ഗ്യാരണ്ടിയുടെ ഡിഫറൻസ്, പിന്നെ ഗ്യാരണ്ടി എന്താണ്, ഇൻഡെംനിറ്റി എന്താണെന്നുള്ളതിൻ്റെ കൺസെപ്റ്റ്. ബ്ലോക്ക് നമ്പർ 4 പോകുമ്പോൾ അൺപെയ്ഡ് സെല്ലർ എന്നാണ് എസ് പ്രതീക്ഷിക്കുന്നത് പറഞ്ഞു. അപ്പോൾ അൺപെയ്ഡ് സെല്ലറുടെ റൈറ്റ് കാര്യങ്ങളൊക്കെ നോക്കുക. പിന്നെ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിൻ്റെ ബേസിക് കാര്യങ്ങൾ പറഞ്ഞു നോക്കുക. പിന്നെ കമ്പനീസ് ആക്ടിലോട്ട് വരുമ്പോൾ കമ്പനി എന്താണ്, അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സും ക്യാരക്ടറിസ്റ്റിക്സും നോക്കുക. പിന്നെ SAക്ക് ഞാൻ പറഞ്ഞ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ, പ്രോസ്പെക്ടസ് എന്താണെന്ന് നോക്കുക, കമ്പനീസ് ആക്ടിൻ്റെ ഹൈലൈറ്റ്സ്. അപ്പോൾ ഇത്ര ഏരിയാസ് പിക്ക് ചെയ്ത് പഠിച്ചതിന് ശേഷം ബാക്കി സമയം ബാക്കിയുള്ള ഏരിയാസിലോട്ട് ഫോക്കസ് ചെയ്താൽ മതി. ഓക്കെ. അപ്പോൾ എൽഡെസ്ക് ലാപ്ടോപ്പിൽ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞത്. ബുക്ക് എടുത്ത് നോക്കി അത് ഞാൻ പറയുമ്പോൾ ഒക്കെ നോട്ടീസ് ചെയ്ത് വെക്കുക കേട്ടോ. ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. നെക്സ്റ്റ് നമ്മൾ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടിലുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും. എക്സാം റിലേറ്റഡ് ലൈവ് ചെയ്യാനും മാക്സിമം ട്രൈ ചെയ്യും കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സാമിൻ്റെ നമുക്ക് ചെയ്യാൻ ടൈം കിട്ടിയില്ല, ഈ പ്രാവശ്യം മാക്സിമം ഞാൻ ചെയ്യുന്നതായിരിക്കും. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക, അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.